നമ്മൾ കൂടുതൽ മലയാളീസിൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കന്നഡ നമ്മുടെ ഒരു നെയ്ബറുണ്ട്. അവരുടെ വീട്ടിലെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ പോകുന്ന സ്ഥലം ഇതൊരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് വരുന്നത് ഇങ്ങനെ റൗണ്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടി ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ നേരെ സാറ്റർഡേ ആണ് നമ്മൾ പോകുന്നത്. സൺഡേ ആണ് ഫംഗ്ഷൻ. സാറ്റർഡേ നൈറ്റാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ പണ്ട് തൊട്ടേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോകുമ്പം ഞാനിങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചു ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് അതിൽ നല്ല നല്ല വെറൈറ്റി വീഡിയോസൊക്കെ യൂട്യൂബിലൊന്ന് അപ്ലോഡ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ഇടുന്നത്. ഇവിടെ മാക്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ വീടിനടുത്ത് മാക്സ് ആണുള്ളത് ഒരു ഷോപ്പ്. അപ്പം ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഞാനൊന്ന് പിന്നെ ഇതിലേക്ക് കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കുക. അപ്പോൾ ഈ ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാൻ നല്ല രസമല്ലേ, അതൊക്കെ നോക്കി നടക്കും. ഞാൻ അത് മാത്രമല്ല നോക്കുക, ആ ഡ്രസ്സ് എങ്ങനെയാണ് തയ്ച്ചിട്ടുള്ളതെന്നും കൂടി ഒന്ന് നോക്കാറുണ്ട് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു മലയാളീസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് അത്തിപ്പഴം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ സാധാരണ അത്തിപ്പഴം നല്ല ഫ്രഷ് ആയിട്ടുള്ള അത്തിപ്പഴം വരാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ അത്തിപ്പഴമൊക്കെ തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നേ. വന്നിട്ട് സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ കുറേ റിലേറ്റീവ്സും നാട്ടിലുള്ള റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് വന്നിട്ട് ഇതായിരുന്നു, അക്കി റൊട്ടി എന്ന് പറയും. ഇത് ഞാനങ്ങനെ നാട്ടിലധികം കണ്ടിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ 2 ടൈപ്പ് ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, മട്ടൻ കറി ഉണ്ടായിരുന്നു. പിന്നെ റൈസ്, ഇവിടുത്തെ ആ ഒരു ചെറിയ ടൈപ്പ് റൈസ്, പിന്നെ നമ്മുടെ നാട്ടിലെ കുത്തരിച്ചോറ്, രസം, കുറച്ച് വെജിറ്റബിൾസ് കറി, അങ്ങനെ ലാസ്റ്റ് പായസം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. കാരണം ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒത്തുകൂടും, സംസാരിക്കും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനും അതിൻ്റേതായ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു.